സർ എന്ന പേര് മലയാളികൾ കേട്ടത് കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ ആരാണ് ഈ പൾസർ സുനി? സിനിമാ മേഖലയുമായി ഈ സുനിക്കുള്ള ബന്ധം എന്തായിരുന്നു? നമ്മൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. പൾസർ സുനി എന്ന സുനിൽകുമാർ പെരുമ്പാവൂർ സ്വദേശി. പിടിച്ചുപറി, മോഷണം, കൊട്ടേഷൻ പ്രവർത്തനം തുടങ്ങി കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഒട്ടേറെ കേസുകൾ. അതായത് സ്ഥിരം കുറ്റവാളി. ഇതിലേറ്റവും പ്രധാനമാണ് നടിയെ ആക്രമിച്ച കേസ്. പൾസർ ബൈക്കുകൾ തെരഞ്ഞുപിടിച്ച് മോഷ്ടിച്ചത് സുനിൽകുമാറിനെ പൾസർ സുനിയാക്കി. എന്നാൽ സിനിമാ മേഖലയിൽ സുനിൽകുമാർ അറിയപ്പെട്ടത് സുനിക്കുട്ടൻ എന്ന പേരിൽ. മുകേഷ് ഉൾപ്പെടെ പലരുടെയും ഡ്രൈവറായി പ്രവർത്തിച്ചു. പല പ്രമുഖ താരങ്ങളുമായും അടുത്ത ബന്ധം. നടൻ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ ട്രാവലറുകളിൽ ഓടിച്ചിരുന്നത് സുനിയായിരുന്നു. ദിലീപ് ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങിനായിരുന്നു ഈ വാഹനങ്ങൾ ഓടിയത്. സിനിമാ സെറ്റുകളിലേക്ക് സ്ഥിരമായി എത്താൻ സുനിക്ക് ഈ ബന്ധം തുണയായി എന്നാണ് കരുതുന്നത്. അപ്പുണ്ണിയുടെ കേറ്ററിംഗ് വാഹനത്തിന്റെ ഡ്രൈവറായും സുനി ജോലി ചെയ്തു. ദിലീപ് ചിത്രം ജോർജേട്ടൻ സ്പൂരത്തിന്റെ സെറ്റിൽ സുനി ഏതാനും ദിവസം ഉണ്ടായിരുന്നുവെന്ന വിവരം കേസ് അന്വേഷണത്തിനിടെ പുറത്തുവന്നു. ചിത്രീകരണം നടന്ന തൃശൂർ നഗരത്തിലെ ക്ലബ്ബിൽ ദിലീപും സുനിയും ഒരുമിച്ചുണ്ടായിരുന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു. തനിക്ക് പൾസർ സുനിയെ അറിയില്ലെന്നായിരുന്നു ദിലീപിന്റെ വാദം. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ കീഴടങ്ങാൻ സുനി എത്തിയത് പൾസർ ബൈക്കിലായിരുന്നു. കോടതി മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് പോലീസ് സംഘം അതിനാടകീയമായി കസ്റ്റഡിയിലെടുത്തു. നടിയെ തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിൽ വെച്ച് പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി 7.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. റിസർച്ച് ഡെസ്ക് 24. സാജ്കുമാർ ഒരു കാര്യം അറിയിക്കുന്നു. മറ്റ് ചാനലിൽ ഈ വിഷയം നിലവാരമില്ലാതെ അവതരിപ്പിക്കുന്നു. ഏത് ചാനലായാലും, നമ്മളിപ്പോൾ 24 ആയാലും മറ്റ് ചാനലുകളായാലും ഇത്തരം ക്രൈം വാർത്തകൾ നിലവാരമില്ലാതെ അവതരിപ്പിക്കുകയും പീഡന വാർത്തകളൊക്കെ തന്നെ അവതരിപ്പിക്കുകയാണ്. ഈ കാലത്ത് കുട്ടികളും കുടുംബവും ഒക്കെ തന്നെ ഈ വാർത്താ ചാനലുകൾ ഒരുപാട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആത്മനിയന്ത്രണം ഈ കാര്യത്തിൽ പാലിക്കണം എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. കേബിൾ റെഗുലേഷൻ ആക്ടിലൊക്കെ അത് കൃത്യമായി പറയുന്നുമുണ്ട്. ബാലാവകാശ കമ്മീഷനൊക്കെ ഈ കാര്യം ശ്രദ്ധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആത്മനിയന്ത്രണം ഈ കാര്യത്തിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.